തന്ന ഒരു ആശ്വാസത്തിനായി സ്തോത്രം. അല്പനിമിഷങ്ങൾ ദൈവവചനത്തിൻ്റെ ചിന്തകളിലേക്ക് നമ്മൾ വളരെയധികം ശക്തമായ ആലോചനകളൊക്കെ കേട്ട് കഴിഞ്ഞു. എങ്കിലും ചുരുങ്ങിയ നിമിഷങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ച ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി വളരെ പരിചയമുള്ള 12-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 13-ാമത്തെ വാക്യവും അതിൻ്റെ 16-ാമത്തെ വാക്യവും ആരെങ്കിലും മൈക്കിൽ ശബ്ദമുയർത്തി വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 13, 16 വാക്യങ്ങൾ. ആരെങ്കിലും മൈക്കൊന്ന് വേഗത്തിൽ എത്തിക്കാമോ? സ്തോത്രം. യൂട്യൂബിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മൗനം ആകരുത്. സ്തോത്രം. അവൻ പടിപ്പുരവാതുക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടിപ്പോയി. പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. 16-ാമത്തെ വാക്യം. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ടു വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവനെ കണ്ടപ്പോൾ അവർ വിസ്മയിച്ചു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥനിൽ നിന്ന് പകരാം. കർത്താവേ, ഇന്ന് പകലിൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. വീണ്ടും ചില നിമിഷങ്ങൾ ഞങ്ങൾ വചനത്തിനു മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് കൃത്യവും വ്യക്തവുമായി സംസാരിക്കണം. ഞങ്ങളുടെ ആലോചന ഞങ്ങളെ അറിയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലേക്ക് ഞങ്ങളെ കൈമാറുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പത്രോസ് വാതിൽ മുട്ടി എന്നുള്ളത് ഹല്ലേലൂയ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കേൾക്കുന്ന കാര്യമാണ്. സ്തോത്രം. വളരെ നന്നായി നമുക്കറിയാവുന്ന വിഷയമാണ്. എന്നാൽ പത്രോസ് പടിപ്പുരവാതിക്കൽ വന്ന്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, പീറ്റർ നോക്ക്ഡ് അറ്റ് ദ ഡോർ ഓഫ് ദ ഗേറ്റ്. പത്രോസ് വന്ന് ആ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് ഒരു സാധാരണ വിഷയമല്ല. ഹല്ലേലൂയ. ഒരു അസാധാരണമായ ഒരു നോക്കാണത്. ഹല്ലേലൂയ. ഒരു നോർമൽ അല്ല, അബ്നോർമലാണ്. എന്നാൽ അതിനെ കടത്തി പറഞ്ഞാൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷനാണ്. ഇത് സ്വർഗത്തിൻ്റെ ഹല്ലേലൂയ ഒരു കാര്യപരിപാടിയാണ്. സ്വർഗം നേരിട്ട് ഇടപെടുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ അകത്തിരിക്കുന്നവർ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഒരു രാത്രി ഉറക്കളച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മാസം മുമ്പ് നൈറ്റ് പ്രെയർ ആരംഭിക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വെള്ളിയാഴ്ച രാത്രിയിൽ ചില മണിക്കൂറുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാണ്, വലിയ വിടുതലാണ്. ആത്മമണ്ഡലത്തിനകത്ത് ദൈവം വലിയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വ്യക്തമായി ദൈവിക ഹല്ലേലൂയ വെളിപ്പാടുകളിലൂടെ, ദർശനങ്ങളിലൂടെ കർത്താവ് ഉറപ്പിക്കുന്നു. രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഹല്ലേലൂയ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഒന്നാമത് നമുക്ക് രാത്രി നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണമുണ്ട്, നമുക്കൊന്ന് കടന്നുറങ്ങണം. എങ്കിലും ഇവരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഒരു ഘടകമുണ്ട്. ഹല്ലേലൂയ. രാത്രിയിൽ നമ്മൾ എല്ലാ ദിവസവും സാധാരണ കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങാത്ത ചില രാത്രികൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. ഉറക്കം വരാത്ത രാത്രികളുണ്ട്. ഹല്ലേലൂയ. ഉറങ്ങാൻ കിടന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഒരു പോള കണ്ണടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ ഹല്ലേലൂയ അസ്വസ്ഥമാക്കിയിട്ടുള്ള ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നാം വന്നെത്തിയ ഹല്ലേലൂയ ദിവസങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ സാധാരണ നമ്മൾ ഹല്ലേലൂയ ഉറങ്ങിപ്പോകും. എന്നാൽ അങ്ങനെ ഉറങ്ങാൻ കഴിയാത്ത ചില ദിവസങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ക്ലിപ്പ് കേൾക്കുവാനിടയായി തീർന്നു. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഹല്ലേലൂയ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട രാത്രികൾ ഒരുപക്ഷെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചില മണിക്കൂറുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ
ഹല്ലേലൂയ വേറിട്ട് രാത്രികളിൽ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ചിലരുടെ ഹൃദയത്തിനകത്തൊരു പ്രേരണ നൽകി തരുന്നെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകണം. ഹല്ലേലൂയ രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച് രാത്രിയിൽ ചില പ്രത്യേക മണിക്കൂറുകൾ വേറിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവർക്ക് എന്താണ് ആവശ്യം? ആവശ്യബോധമുണ്ടെങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഒരു പ്രശ്നത്തിന്റെ മുൻപിൽ, ഒരു പ്രതികൂലം വരുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ നീറുന്ന ഒരു വിഷയത്തിന്റെ മുൻപിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥിക്കാത്തവർ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പ്രശ്നം വരുന്നതിന് മുൻപേ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അങ്ങനെ ഉള്ളവരുടെ പക്കലേക്ക് സ്വർഗത്തിന്റെ ചില വിഷയങ്ങൾ കൈമാറി നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൻ്റെതായ പ്രാരാബ്ധങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും തീർന്നിട്ട് പിന്നെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അങ്ങനെ ഹല്ലേലൂയ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു പ്രാർത്ഥന നടക്കത്തുമില്ല. എന്നാൽ എൻ്റെ വിഷയത്തിനകത്ത് മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ വിഷയത്തിനകത്ത് ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെ ശമൂലച്ചായൻ്റെ കാര്യം ഹല്ലേലൂയ തൻ്റെ മകളുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുന്നെങ്കിലും വെള്ളിയാഴ്ച രാത്രിയിൽ ഹല്ലേലൂയ മണിക്കൂറുകൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ അന്വേഷിച്ച് അതിനുവേണ്ടി വളരെ സ്ട്രെയിൻ എടുത്ത് കടന്നു വരുന്നു. എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി അല്ല വെള്ളിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ ഹല്ലേലൂയ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നത് ഈ പട്ടണം വിടുവിക്കപ്പെടണം. ഇതിനകത്ത് ഈ ആത്മാക്കൾ ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കി വെച്ചിരിക്കുന്ന ചില ആത്മാക്കളുടെ കണ്ണിന്റെ കുരുട് ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ പട്ടണത്തിനകത്ത് ഇറങ്ങണം. ചിലർ വിടുവിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സ്വാർത്ഥമായ താല്പര്യമല്ല, ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. ഈ പട്ടണത്തിനകത്ത് ഉണർവ് സംഭവിച്ചാൽ ഈ പട്ടണത്തിനകത്തുള്ള സത്യാരാധനകൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങൾക്കുള്ളിലേക്കും ആത്മാക്കൾ ഇടിച്ചു കയറും. അതിന്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഹല്ലേലൂയ യാക്കോബേ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ ഹല്ലേലൂയ പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്ത് കിങ്ഡം പ്രയോറിറ്റിയിലേക്ക് എപ്പം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് മാത്രമേ കിങ്ഡം ബേർഡൻ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവം പകർന്നു തരുള്ളൂ. അതുവരെ നമുക്ക് കിങ്ഡം ഒരു വിഷയമല്ല. ഇന്ന് നമ്മൾ കേട്ടത് മുഴുവൻ കിങ്ഡത്തെ കുറിച്ചാണ്. നമ്മൾ നിത്യനിത്യമായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പാടിയ പാട്ടൊക്കെ പ്രത്യാശയുടെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ് ഇന്ന് പകൽ പാടിയത്. ദേവസുത സന്തതികളെ, വിശുദ്ധരെ, ദേവപുരവാസികളോട് എന്ന് ചേർന്നിടും. ഈ ചേരുന്നതിന് മുൻപ് ചെയ്തെടുക്കേണ്ട ചില പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യേണ്ടതിനാണ്. ഹല്ലേലൂയ. അനേകർ നമ്മളെക്കാൾ ഹല്ലേലൂയ ശക്തന്മാർ, ബലവാന്മാർ, ആരോഗ്യമുള്ളവർ മാറ്റപ്പെട്ട സ്ഥാനത്ത് ഹല്ലേലൂയ വീണ്ടും ചില പ്രതീക്ഷകൾ ദൈവത്തിന് നമ്മളിൽ ഉള്ളത് കൊണ്ടല്ലേ നമ്മളെ ജീവനോടെ ഭൂമുഖത്തെ ശേഷിപ്പിച്ചത്. ഹല്ലേലൂയ. അത് നമുക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങാൻ കഴിയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് താമസിക്കുന്നു? ദൈവം കർത്താവിൻ തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ പത്രോസിന്റെ ലേഖനത്തിലെ വാക്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ഹല്ലേലൂയ ദീർഘക്ഷമയോടുകൂടെ എന്തിനായി? ഇനിയും ചിലരും കൂടെ ഇതിനകത്തേക്ക് പ്രവേശിക്കുവാനുണ്ട്. ഇനിയും ചിലരും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഈ പത്രോസ് ഹല്ലേലൂയ ആ ഡോറിന്റെ മുൻപിൽ വന്ന് പത്രോസ് മുട്ടുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ലോജിക് അനുസരിച്ച്, നമ്മുടെ റാഷണൽ അനുസരിച്ച് അസംഭവമാണ്. ഹിന്ദിയിൽ പറഞ്ഞാൽ അല്ലേ, ഇംപോസിബിൾ. എന്നാൽ സ്വർഗത്തിന്റെ പദ്ധതിയോട് ഭൂമിയിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ കൈകോർക്കുവാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ ഒരിക്കലും സാധ്യതയില്ലാത്ത
ഹല്ലേലൂയ, ദൈവിക പ്രവൃത്തിയാണ്. അന്ന് ആ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥിച്ച് രാത്രിയിൽ ആശീർവാദം പറഞ്ഞ് നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാമെന്ന് പറയുന്നതിന് മുൻപേ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന പല വിഷയത്തിനകത്തും മറുപടി ഇല്ലാത്തത്? ഹല്ലേലൂയ. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റും സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രയോറിറ്റി ലിസ്റ്റും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഈ കാറൊക്കെ കുറെ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിയുമ്പോൾ ആൾക്കാർ പറയാറില്ലേ, ഒന്ന് ടയർ കടയിൽ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്യണം? അലൈൻമെന്റ് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഫ്രണ്ടിലെ 2 വീലും പുറകിലെ 2 വീലും ഈ 4 ചക്രവും തമ്മിലുള്ള അലൈൻമെന്റ് ശരിയല്ലെങ്കിൽ സ്റ്റിയറിംഗ് എന്ന് കൈയെടുത്താൽ, ഒരു അത്യാവശ്യത്തിന് സ്റ്റിയറിംഗിൽ നിന്ന് നമ്മളൊന്ന് കൈ മാറ്റിയാൽ, അല്ലെങ്കിൽ ഒരു പിടുത്തം മാറ്റിയാൽ, ഇത് നേരെ പോകേണ്ട സാധനം ഇടത്തോട്ടാണെങ്കിൽ ഇടത്തോട്ട് പോവും, അലൈൻമെന്റ് പ്രശ്നം വലത്തോട്ടാണെങ്കിൽ അങ്ങോട്ടും. പിന്നെ പിടിച്ച് തിരുത്തിക്കൊണ്ടിരിക്കണം, അല്ലേ? മറ്റൊരു പ്രശ്നമുണ്ട്. ഒരു 80,000 കിലോമീറ്റർ ഓടേണ്ട ടയർ ഒരു 10,000 ഒക്കെ 20,000 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ടയറിൻ്റെ ഒരു വശം അങ്ങ് കൂടുതൽ തേയും. പിന്നെ അവർ പറയും ഇതങ്ങ് മാറ്റുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പം ഈ ലക്ഷ്യസ്ഥാനത്ത് എത്താത്ത വിധത്തിൽ നമ്മെ മറ്റ് ഡയറക്ഷനുകളിലേക്ക് തിരിച്ചുവിടുന്ന വിധത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള തൻ്റെ തിരുഹൃദയത്തിനകത്തെ ദൈവിക പദ്ധതിയുമായി നമുക്ക് അലൈൻമെന്റ് ഇന്ന് എങ്ങനെയുണ്ട്? സ്തോത്രം. ആ രാത്രിയിൽ ദൈവത്തിന്റെ ടോപ്പ് ലിസ്റ്റിനകത്ത് ടോപ്പ് പ്രയോറിറ്റി എന്തുവാണെന്നറിയോ? അടുത്ത രാത്രി ചെയ്യേണ്ട കാര്യമല്ല, അടുത്ത മാസം ചെയ്യേണ്ട വിഷയമല്ല. അടുത്ത പകലിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അഭിഷക്തനായ നിയോഗമുള്ള ദൈവദാസൻ, വാക്തത്വം കിടക്കുന്ന ദൈവദാസൻ കാരാഗ്രഹത്തിനകത്ത് ഇനിയും തുടർന്നാൽ ഹേരോദാവിന്റെ കയ്യിലേക്ക് അകപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ പ്രയോറിറ്റി അടുത്ത പകൽ ആകുന്നതിന് മുൻപ് അതിനെന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും, അതിനെന്തൊക്കെ പ്രതികൂലങ്ങളുണ്ടെങ്കിലും, അതിന് ചങ്ങലകളുണ്ട്, നന്നാൽ സേവകന്മാരുണ്ട്. അവരുടെ ഡ്യൂട്ടി ഇങ്ങനെ റൗണ്ടായി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒട്ടും ഉറങ്ങാതിരിക്കേണ്ടതിന്. പിന്നെന്തുവാ? 1-ാം വാതിലുണ്ട്, 2-ാം വാതിലുണ്ട്, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിലുണ്ട്. എന്നാൽ പുറത്ത് ഇത്രയും തടസ്സങ്ങൾ ഉള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ ശുശ്രൂഷകൾ നിയോഗം കിടക്കുന്ന അഭിഷക്തൻ ഉള്ളിൽ കടന്നാൽ, ഹല്ലേലൂയ, സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് ടോപ്പ് ലിസ്റ്റ് പ്രയോറിറ്റി കിടക്കുകയാണ്. ഈ പ്രയോറിറ്റി ആയിട്ട് അലൈൻ ചെയ്യുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവവിശ്വാസമുള്ളവർ കിടന്നുറങ്ങുമ്പോൾ ഇതാ ഒരു ചെറിയ കൂട്ടം അതിനകത്ത് വിശ്വാസത്തിന്റെ പല തട്ടിൽ നിൽക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. റോദയെ പോലെ നല്ല വിശ്വാസത്തിന്റെ നല്ല ഉറപ്പുള്ളവരുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ വളരെ വിശ്വാസത്തിൽ വീക്കായവരുണ്ട്. സ്തോത്രം. അതുകൊണ്ട് വിശ്വാസത്തിൽ വീക്കായവരെ നമ്മൾ പ്രാർത്ഥനയ്ക്കൊന്നും കൂട്ടണ്ടെന്ന് പറയണ്ട. അവരും വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അങ്ങനെയല്ലേ അവർ വിശ്വാസം വർദ്ധിക്കുന്നേ. ഞാൻ ചോദിക്കട്ടെ, ആ രാത്രി കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ ബലഹീനരായ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയ പലരും ആ രാത്രി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ വിശ്വാസത്തിൽ അവർ വർദ്ധിച്ചില്ലേ? അവർ വളർന്നില്ലേ? അവർ മെച്യൂർ ആയില്ലേ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് അന്വേഷിക്കുന്നു. ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് കൗണ്ടറുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, KFC, മെക്ഡൊണാൾഡ്സ്, ബർഗർ കിങ് ഇങ്ങനെയുള്ള ഒത്തിരി, നിങ്ങളുടെ ഓർഡർ നമ്പർ ഒരു മേളിലൊരു നമ്പറുണ്ട്. ആ നമ്പറിന് ഇത്ര
3 മിനിറ്റ്. ആ മിനിറ്റിനകത്ത് ഈ ഓർഡർ ഡെലിവറി BP എന്ന് കണ്ടിട്ടുണ്ടോ? പലരും കണ്ടിട്ടുണ്ടേ. സെക്കൻഡിനകം അല്ല ഇത്ര മിനിറ്റിനകം അത് നല്ലതല്ലെങ്കിലും അവര് വരുന്നവർ അങ്ങോട്ട് വരുന്നില്ലേ. അപ്പം ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെ സ്ക്രീനിൽ ഏറ്റവും ടോപ്പിലുള്ള വിഷയങ്ങളുമായിട്ട് കൈകോർക്കാൻ നിങ്ങൾ തയ്യാറായാൽ, ഹല്ലേലൂയ, കർത്താവ് അന്വേഷിക്കുന്നു. ഇടിവിൽ നിൽക്കുവാൻ ചിലരെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ, കർത്താവ് ഇടിവിൽ നിൽക്കുവാൻ ചിലരെ അന്വേഷിക്കുന്നു. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് ഏറ്റവും പ്രയോറിറ്റിയുള്ള, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന, ഏറ്റവും അത്യാവശ്യമായി, ഹല്ലേലൂയ സ്തോത്രം, ഇനിയും ചില മണിക്കൂറുകൾ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ വലിയ ദുരന്തങ്ങൾക്കകത്തേക്ക് അകപ്പെടാൻ സാധ്യതയുള്ള, ഇനിയും ചില മിനിറ്റുകൾ മുന്നോട്ട് പോയാൽ ഹല്ലേലൂയ ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ചില വലിയ പ്രശ്നങ്ങൾക്കകത്തേക്ക് ഈ ആത്മാക്കൾ ഹല്ലേലൂയ അകപ്പെടാൻ പോകുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ ചിലരോട് കൈകോർക്കുവാൻ സ്വർഗം അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. ഈ പട്ടണത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം നിത്യജീവനായി രക്ഷയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ചില ആത്മാക്കൾ അവരുടെ ദിവസങ്ങൾ ഇതാ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഹല്ലേലൂയ. അവർ വിടുവിക്കപ്പെടണം. അവരുടെ ബന്ധനങ്ങൾക്കകത്തുനിന്ന് അവർ പുറത്തു വരണം. അവരുടെ കെട്ടുകൾ അഴിയണം. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പ്രഭു അവരെ കെട്ടിവെച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ബ്ലൈൻഡ് ഫോൾഡിങ്ങിനെ ദൈവം എടുത്തങ്ങ് മാറ്റും. അന്ന് വരെ അവരോട് ആരെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഗ്രഹിക്കത്തില്ല, മനസ്സിലാകത്തില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം, ആത്മാവിൽ പ്രാർത്ഥിച്ചതിന് ശേഷം, ഹല്ലേലൂയ, നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ശേഷം എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നാം പോലും അറിയാത്ത, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ അറിയാത്ത നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും? അവരുടെ കണ്ണ് തുറക്കും. അവരുടെ കണ്ണ് തുറക്കേണ്ടതിന് പൗലോസിനെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ച്, ജാതികളുടെ രാജാക്കന്മാരുടെ മുൻപിൽ നിർത്തുവാൻ അവരുടെ കണ്ണ് തുറക്കേണ്ടതിന്, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന്, അത് പ്രകാശിച്ചതിന് ശേഷം അവർ ഈ സത്യ സുവിശേഷവുമായി ഏതെങ്കിലും ഒരു ടച്ച് പോയിന്റിൽ അവർ തൊടുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ഇതാണ് സത്യം, ഇതാണ് സത്യം എന്നവർക്കൊരു ബോധ്യമുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പട്ടണത്തിനകത്ത് ഹല്ലേലൂയ സുവിശേഷം അറിയാൻ സാധ്യതയില്ലാത്ത ഒരു സിറ്റി അല്ലിത്. ഹോസ്പിറ്റലിൽ പോയവർക്കറിയാം, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് എത്രയോ ഹല്ലേലൂയ വാളുകളിൽ വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ന്യൂ ടെസ്റ്റ്മെന്റ് എടുക്കാവുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ട്, ട്രാക്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയെ ഹല്ലേലൂയ ദൈവത്തിന് ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് സുവിശേഷം എത്തിക്കണമെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇരുട്ടിൽ വെളിച്ചങ്ങളായി ദൈവം നമ്മെ ഓരോരുത്തരത്ത് ആക്കി വെച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവരെ നിത്യരാജ്യത്തിനായി ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പിടിക്കുവാൻ കർത്താവ് റെഡിയാ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വേദഭാഗമാണ് സങ്കീർത്തനം 2:8. സങ്കീർത്തനം 2:8. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഹല്ലേലൂയ. ഈ ചോദിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പാറ്റേൺ ആണ്, ദൈവം വെച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ്. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ്, സീക്ക് ആൻഡ് യു ഷാൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ദ ഡോർ ഷാൽ ബി, അന്വേഷിപ്പിൻ നിങ്ങൾ മുട്ടുവിൻ തുറക്കപ്പെടും. ചോദിക്കാതെ കർത്താവിനെങ്കിൽ തന്നുകൂടെ? അല്ലെങ്കിൽ
ഇത് ദൈവത്തിൻ്റെ ആവശ്യമല്ലേ? ക്രൂശിൽ ഈ ഹല്ലേലൂയ സകല മാനവജാതിക്ക് വേണ്ടി രക്തം ചിന്തിയത് കർത്താവിൻ്റെ, ഹല്ലേലൂയ, കർത്താവ് ആ വില കൊടുത്തത് ദൈവമല്ലേ, കർത്താവല്ലേ? കർത്താവിന് ചോദിക്കാതെ ചെയ്തുകൂടെ എന്നൊരുപക്ഷെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ലോജിക്ക് ഒരുപക്ഷെ നമ്മളോട് പറയാം. പക്ഷേ കർത്താവ് വെച്ചിരിക്കുന്ന സിസ്റ്റം അങ്ങനെയല്ല. ഭൂമിയിലുള്ള തൻ്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കും അതിനകത്തൊരു പങ്ക് തരുക. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും ഈ ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ ആത്മീയ ദൗത്യത്തിനകത്ത് ഒരു പാർട്ട്ണർഷിപ്പ് കർത്താവ് നൽകി തരികയാണ്. നിത്യനിന്ദയ്ക്കും നിത്യലജ്ജയ്ക്കുമായി ഉയർക്കാതെ വരേണ്ടതിന്, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കേണ്ടതിന് ദൈവിക പദ്ധതിക്കുള്ളിൽ നമുക്കും അതിനകത്തൊരു റോള് തരികയാണ്. ഇതൊരു പ്രിവിലേജ് ആണ്. ഇത് ഏറ്റെടുക്കുവാൻ എത്ര പേർ തയ്യാറാണ്? ഇതാ കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഹല്ലേലൂയ. വാതിൽ തുറന്നാൽ, ഈ വാതിൽ കർത്താവിന് തുറക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ കർത്താവിന് തുറക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അല്ല. കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വോളണ്ടറി ആയിട്ട് കർത്താവിന് വാതിൽ തുറന്നു കൊടുക്കണം. കർത്താവ് സർവശക്തനാണ്. കർത്താവ് സർവത്തിൻ്റെയും അധികാരിയാണ്. കർത്താവിന് ഹല്ലേലൂയ സ്തോത്രം ആ വാതിൻ്റെ മുമ്പിൽ വരുമ്പോൾ, ഒരു പത്രോസ് മൂന്നാം വാതിലിന്റെ മുൻപിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അത് സ്വതവേ തുറന്നു. അങ്ങനെയെങ്കിൽ യേശു നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വരുമ്പോൾ നമ്മുടെ ഹൃദയവാതിലിന് സ്വതവേ തുറക്കാൻ പറ്റില്ലേ? അല്ല. ഇത് നമ്മൾ വ്യക്തിപരമായി ഒരു തീരുമാനത്തിന്റെ മുഖത്ത് നാം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വോളണ്ടറി ആയിട്ട് വാതിൽ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ ജെന്റിൽമാനായ യേശു ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിന്റെ ഉള്ളിലേക്ക് സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യുവാൻ കർത്താവ് തയ്യാറാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്. യോഹന്നാൻ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. വി വിൽ കം ടു ഹിം ആൻഡ് മേക്ക് അവർ ഹോം വിത്ത് ഹിം. എന്ത് മനോഹരമായ ഒരു വാഗ്ദത്തമാണ്. വി വിൽ കം ടു ഹിം. ഹല്ലേലൂയ. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവും. വി വിൽ കം ടു ഹിം ആൻഡ് മേക്ക് അവർ ഹോം വിത്ത് ഹിം. അങ്ങനെയുള്ള ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട്, നമ്മൾ കേട്ടതുപോലെ ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് ഈ പട്ടണത്തിലൂടെ ദൈവം നമ്മളെ ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ സ്ഥലങ്ങളിൽ നമ്മളെ ആക്കി വെക്കുന്നു, അങ്ങനെ ആ ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവത്തെ വഹിച്ചുകൊണ്ട് നാം ചലിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഒരു യഹൂദന്റെ വസ്ത്രാധികം പിടിച്ചുകൊണ്ട് 10 പേർ ജാതികൾ ഞങ്ങളും നിങ്ങളോടുകൂടെ, നിന്നോടുകൂടെ ആലയത്തിലേക്ക് വരുന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള വിധത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിനായി എത്ര പേർ ആഗ്രഹിക്കുന്നു? അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഹല്ലേലൂയ, ശൗലിനെയും ബർന്നബാസിനെയും അവർ വിളിച്ച വേലയ്ക്കായി വർദ്ധിപ്പിൻ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുവാൻ ഉള്ള കാതുകൾ, പരിശുദ്ധാത്മാവ് ചില നിർദ്ദേശങ്ങൾ നൽകി തരുമ്പോൾ ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിനുവേണ്ടി ചുവടെടുക്കുവാൻ എത്ര പേർ തയ്യാറാണെന്ന് പകൽ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവുമായി കൈകോർക്കുവാൻ, ദൈവരാജ്യവുമായി കൈകോർക്കുവാൻ, രാജ്യത്തിന്റെ പ്രയോറിറ്റിയുമായി കൈകോർക്കുവാൻ ഇന്ന് പകൽ ദൈവം ചിലതിനെ അന്വേഷിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ കാലമെല്ലാം കഴിയും, കാൺപതെല്ലാം അഴിയും, പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ.
ഹല്ലേലൂയ. നമ്മളുടെ പ്രയോറിറ്റി അനുസരിച്ച് ജീവിച്ചു പോയാൽ കർത്താവിന് പ്രയോജനമില്ലാത്തവരായി വെറും ഒരു ജീവിതം ചെയ്ത് തീർത്തു എന്നുള്ളതേ ഉള്ളൂ. സ്വർഗരാജ്യത്തിൽ നമുക്കെന്ത് ഹല്ലേലൂയ പ്രയോജനം? കർത്താവിന് എന്ത് നമ്മെക്കുറിച്ച് പ്രയോജനം? വില മുടക്കിയവന് നമ്മെക്കുറിച്ച് എന്ത് ഹല്ലേലൂയ, എന്ത് ദുഃഖം? എന്നാൽ സ്വർഗത്തിന്റെ പ്രയോറിറ്റി ഇന്നു മുതൽ നമ്മുടെ പ്രയോറിറ്റിയായി മാറട്ടെ. ആ ദിവസം മുതൽ ഒരു കാര്യം മനസ്സിലാക്കണം, എന്ന സ്വർഗത്തിന്റെ പ്രയോറിറ്റി നമ്മുടെ വ്യക്തിപരമായ പ്രയോറിറ്റിയായി മാറുന്നു, അന്ന് മുതൽ യു വിൽ സീ സൂപ്പർ നാച്ചുറൽ ഹാപ്പനിങ്. എന്തുകൊണ്ടാണ് കർത്താവേ ഞങ്ങൾക്ക് അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും സൂപ്പർ നാച്ചുറൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ? ഹല്ലേലൂയ. when there is a perfect alignment, സ്വർഗവുമായി നിങ്ങളുടെ വ്യക്തിപരമായ പ്രയോറിറ്റി അലൈൻ ചെയ്യുമ്പോൾ, യേശുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ, അന്ന് മുതൽ ജീവിതത്തിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻസ് you will begin to see from that day onwards. റോദയോട് ചോദിച്ചാൽ റോദ പറയും, ഹല്ലേലൂയ, ഐ സ്റ്റാർട്ടഡ് വിറ്റ്നസിങ് സംതിങ് സൂപ്പർ നാച്ചുറൽ. എന്റെ പ്രാർത്ഥനയുടെ മറുപടി അസാധ്യമാണ്, എന്നാൽ എന്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അല്പം താമസിച്ചു, എന്നാൽ വീണ്ടും 16-ാം വാക്യത്തിൽ മുട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇന്ന് പകൽ യേശു ചില ഹൃദയങ്ങളെ മുട്ടുകയാ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. രാജ്യത്തിന്റെ പ്രയോറിറ്റി ഞങ്ങളുടെ പ്രയോറിറ്റിയായി മാറ്റുവാൻ ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകി തരണമേ. പുതിയ ഹൃദയം നൽകി തരുമാറാകണം. അങ്ങയുടെ നിത്യരാജ്യത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നേക്കും ശോഭിക്കുന്ന ഒരാക്കി ദൈവം ഞങ്ങളെ മാറ്റുമാറാകണം. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹ നിറവോടുകൂടെ അയക്കണം കർത്താവേ. ഈ ആഴ്ചയിൽ അങ്ങയ്ക്ക് ഫലം കായ്ക്കുന്നവരായി ഞങ്ങളെ തീർക്കുമാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ ഹല്ലേലൂയ അങ്ങയുടെ വിശുദ്ധന്മാരെ ക്രിസ്തുവിന്റെ ശരീരത്തിന് പ്രയോജനമുള്ളവരാക്കി ദൈവം ഞങ്ങളെ മാറ്റണം, ഉപയോഗിക്കണം. മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.